ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഡേ 24 ഡേ 24 നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 ടോപ്പിക്കാണ്. ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, പർവ്വതനിരകൾ. കേൾക്കുമ്പോൾ വെറും 3 ടോപ്പിക്കേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സബ് ടോപ്പിക്സ് ഉണ്ട്. അപ്പം നമുക്ക് വേഗം നോക്കാം. ഉത്തരമഹാസമതലം ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ട് വരുന്ന അവശിഷ്ടങ്ങൾ ഒക്കെ നിക്ഷേപിച്ച് ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്ത് രൂപം കൊള്ളുന്ന സമതലമാണ് മഹാസമതലം. ഓക്കെ, പേര് ഉത്തര മഹാസമതലം ആണെങ്കിലും ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്താണ് കേട്ടോ ഇതുണ്ടാകുന്നത്. അതുപോലെ ഹിമാലയൻ നദികളും അതിൻ്റെ പോഷക നദികളും വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചിട്ടാണ് ഇത് രൂപം കൊള്ളുന്നത്. ഹിമാലയൻ നദികൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ അല്ലേ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളാണ്. നമ്മൾ നദികൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കും കേട്ടോ. ഇനി ഇതിന് നമ്മൾ ഉത്തര മഹാസമതലത്തിനെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നും നമ്മൾ വിളിക്കാറുണ്ട്. അതിൻ്റെ കാരണം ഇപ്പോൾ ഓൾറെഡി മനസ്സിലായല്ലോ. അവ കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചിട്ടാണല്ലോ ഇത് രൂപം കൊണ്ടത്. അതുകൊണ്ട് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നും വിളിക്കാറുണ്ട്. അതുപോലെ ഏറ്റവും വിസ്തൃതമായ ഒരു എക്കൽ സമതലമാണ് ഈ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം അല്ലെങ്കിൽ ഈ ഉത്തരമഹാസമതലം എന്ന് പറയുന്നത്. ഇനി ഈ ഉത്തരമഹാസമതലം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ്: പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, അസം, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ. ഇത്തരം ഈ സംസ്ഥാനങ്ങളെല്ലാം ഉത്തരമഹാസമതലം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളാണ്. ഇനി നമുക്ക് ഉത്തരമഹാസമതലത്തിൻ്റെ കുറച്ച് വിശേഷണങ്ങളാണ്. ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല്, ഇന്ത്യയുടെ ധാന്യപ്പുര, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം, ഇങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ്. ഇനി വടക്ക് നിന്ന് തെക്കോട്ട് ഉത്തരമഹാസമതലത്തിന് 3 പ്രധാന മേഖലകളുണ്ട്. ആ 3 പ്രധാന മേഖലകളാണ് ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. അത് വടക്ക് നിന്നും തെക്കോട്ട് ഉത്തരമഹാസമതലത്തിൻ്റെ 3 പ്രധാന മേഖലകളാണ് ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. ഇനി ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, നമ്മൾ കഴിഞ്ഞ ഡേയിൽ പഠിച്ചപ്പോൾ ഈ ബാബറും ടെറായും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ബാബറും ടെറായും എന്ന് ഓർക്കുന്നുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയേ. ബാബർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സിവാലിക് മലനിരകൾക്ക് സമാന്തരമായിട്ട് കണ്ട പാറക്കഷ്ണങ്ങൾ നിറഞ്ഞ പ്രദേശമായിരുന്നു ബാബർ അല്ലേ? അപ്പോൾ അത് ഏതിൻ്റെ ഭാഗമാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? ഉത്തരമഹാസമതലത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ ടെറായ് എന്തായിരുന്നു? ഈ ബാബർ പ്രദേശത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് സസ്യജാലകൾ തഴച്ച് വളരുന്ന ഒരു ചതുപ്പ് പ്രദേശം ഉണ്ടായിരുന്നു, അതായിരുന്നു ടെറായ്. ഓർക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണേ ഉണ്ടാ. അപ്പോൾ എന്തായാലും ഉത്തരമഹാസമതലത്തിൻ്റെ 3 പ്രധാന മേഖലകളാണ് ബാബർ, ടെറായ്, പിന്നെ എക്കൽ സമതലങ്ങൾ. അപ്പോൾ ഈ ബാബറും ടെറായ് എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് എക്കൽ സമതലങ്ങൾ എന്താണെന്ന് നോക്കാം. എക്കൽ സമതലങ്ങൾ, നമുക്ക് ഉത്തരമഹാസമതലത്തിലെ പ്രധാന മണ്ണിനം ഏതാണെന്ന് നോക്കിയാൽ അത് എക്കൽ മണ്ണാണ്. ഓക്കെ, അപ്പോൾ ഈ എക്കൽ സമതലങ്ങൾ ഉത്തരമഹാസമതലത്തിൻ്റെ പ്രധാന ഒരു മേഖലയാണ്. പഞ്ചാബ്, ഹരിയാന സമതലം, ഗംഗാ സമതലം, അതുപോലെ ബ്രഹ്മപുത്ര താഴ്വര, ഇവിടെയൊക്കെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണ് തന്നെയാണ്. ഇനി എക്കൽ സമതലത്തിന് നമ്മൾ വീണ്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഖാദർ, ബങ്കർ, അങ്ങനെയാണ് എക്കൽ സമതലത്തെ 2ആയി തരംതിരിച്ചിട്ടുള്ളത്. അതായത് ഖാദർ എന്ന് പറയുന്നത് പുതിയ എക്കൽ മണ്ണ് ആണ്. അതായത് നമ്മൾ ഏതെങ്കിലും സമതലങ്ങളിൽ പുതുതായിട്ട് നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെയാണ് നമ്മൾ ഖാദർ എന്ന് വിളിക്കുക. ഏറ്റവും കൃഷിക്ക് അനുയോജ്യമായ വളക്കൂറുള്ള മണ്ണാണ് ഈ ഖാദർ, പുതിയ എക്കൽ മണ്ണ്. അതുപോലെ ഈ ഖാദർ സമതലം പഞ്ചാബിൽ അറിയപ്പെടുന്ന പേരാണ് ബെറ്റ്. പഞ്ചാബിൽ ഖാദർ സമതലം അറിയപ്പെടുന്ന പേരാണ് ബെറ്റ്. ഇനി നമ്മൾ പറഞ്ഞത് ബങ്കർ പഴയ എക്കൽ മണ്ണിനെയാണ് പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്നത് ബങ്കർ എന്നാണ്. ഉത്തരമഹാസമതലത്തിലെ ഏറ്റവും വിസ്തൃതമായ പ്രദേശം ബങ്കറാണ് കേട്ടോ, പഴയ എക്കൽ മണ്ണാണ്. ഇനി ഈ ചുണ്ണാമ്പ് കല്ലുകളാൽ സമൃദ്ധമായ ബങ്കർ മണ്ണ് അറിയപ്പെടുന്ന പേരാണ് കാങ്കർ. ചുണ്ണാമ്പ് കല്ലുകളാൽ, അതായത് കാൽസ്യം കാർബണേറ്റ് കൂടുതലടങ്ങിയ ബങ്കർ മണ്ണിനെ നമ്മൾ വിളിക്കുന്ന പേര് കാങ്കർ എന്നാണ്. ഇനി ഗോതമ്പ്, ചോളം, കരിമ്പ് തുടങ്ങിയവയാണ് ഈ പഞ്ചാബ്, ഹരിയാന സമതല പ്രദേശത്തിലെ പ്രധാന വിളകൾ. ഗോതമ്പ്, ചോളം, കരിമ്പ്. ഇനി 2 നദികൾക്കിടയിലാണ് എക്കൽ പ്രദേശമുള്ളതെങ്കിൽ അതിനെ നമ്മൾ ഡോബ് എന്നാണ് വിളിക്കുക. ഓക്കെ, 2 നദികൾക്കിടയിൽ ഉള്ള എക്കൽ സമതലത്തെ നമ്മൾ ഡോബ് എന്നാണ് വിളിക്കുക.
ഡോബ് പലതരത്തിൽ, അത് ഓരോ രണ്ട് നദികൾക്കിടയിലുള്ള സ്ഥലത്തിന് പല ടൈപ്പ് ഡോബുകളുണ്ട് കേട്ടോ. ബിയാസ് രവി നദികൾക്കിടയിൽ, ബിയാസ് സത്ലജ് നദികൾക്കിടയിൽ, അതിനെല്ലാം വേറെ വേറെ പേരുകളുണ്ട്. അത് അടുത്ത പേജുകളിലായിട്ട് വരുന്നുണ്ട്. അതിന് മുന്നേ ഇവിടെ മരുസ്ഥലി ബാഗർ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് കണ്ടു അല്ലേ. അതായത് രാജസ്ഥാനിൽ കാണപ്പെടുന്ന ഉത്തരമഹാസമതലത്തിൻ്റെ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് മരുസ്ഥലി ബാഗർ. ജനവാസം വളരെ കുറഞ്ഞൊരു പ്രദേശമാണ് കേട്ടോ. രാജസ്ഥാനിൽ കാണുന്ന ഉത്തരമഹാസമതലത്തിൻ്റെ ഭാഗമാണ് മരുസ്ഥലി ബാഗർ. ജനവാസം തീരെ കുറഞ്ഞ ഒരു ഭാഗമാണ്. ഇതാണ് നമ്മൾ ഡോബിനെ കുറിച്ച് പറഞ്ഞത് അല്ലേ. രണ്ട് നദികൾക്കിടയിൽ കാണുന്ന അക്കൽ പ്രദേശമാണ് ഡോബ്. അപ്പോൾ നമുക്ക് പല ടൈപ്പ് ഡോബുകൾ പരിചയപ്പെടാം. ബാരി ഡോബ്. ബാരി ഡോബ് എന്ന് പറയുന്നത് ബിയാസ് രവി നദികൾക്കിടയിലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് പഠിച്ചാൽ മതി. അതായത് ബിയാസിൻ്റെ ബായും രവിയുടെ രായും. അപ്പോൾ ബാരി ഡോബ് ബിയാസ് രവി നദികൾക്കിടയിലാണ്. അതുപോലെ ബിയാസ് സത്ലജ് നദികൾക്കിടയിലാണെങ്കിൽ ബിസ്ത് ഡോബ്. ഇനി രചന ഡോബ്, അത് ചിനാബ് രവി നദികൾക്കിടയിൽ. ഇപ്പം രവിയുടെ രായും ചിനാബിൻ്റെ ചിന, അങ്ങനെയാണ് രചന ഡോബ്. ഇനി ജലം ചിനാബ് നദികൾക്കിടയിൽ ജാച്ച് ഡോബ്. സിന്ധു ജലം നദികൾക്കിടയിലുള്ള അക്കൽ പ്രദേശം സിന്ധു സാഗർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അത് മാത്രം പ്രത്യേകതയുള്ളൂ. ബാക്കിയൊക്കെ ആ വേർഡിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ച് പഠിച്ചാൽ മതി, ഓർത്തിരിക്കാൻ കേട്ടോ. അപ്പോൾ സിന്ധു ജലം നദികൾക്കിടയിലുള്ളത് സിന്ധു സാഗർ. ബിയാസ് രവി നദികൾക്കിടയിൽ ബാരി ഡോബ്. ബിയാസ് സത്ലജ് നദികൾക്കിടയിൽ ബിസ്ത് ഡോബ്. ചിനാബ് രവി നദികൾക്കിടയിൽ രചന ഡോബ്. ജലം ചിനാബ് നദികൾക്കിടയിലുള്ള പ്രദേശം ജാച്ച് ഡോബ്. ഇനി ഇന്ത്യൻ മരുഭൂമികളെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഉത്തര മഹാസമതലത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയാണ് ഥാർ മരുഭൂമി. നമുക്കറിയാം ഥാർ മരുഭൂമി രാജസ്ഥാനിലാണ് അല്ലേ. അപ്പോൾ ഉത്തര മഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയാണ് ഥാർ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് ഥാർ മരുഭൂമി. ആരവല്ലി പർവ്വതനിരയുടെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ ഥാർ മരുഭൂമി കാണുന്നത്. അപ്പോൾ ഥാർ മരുഭൂമിയുടെ ലൊക്കേഷൻ പഠിച്ചു വയ്ക്കണം. ഉത്തര മഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. ആരവല്ലി പർവ്വതനിരയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. ഓക്കെ, ഇനി ഥാർ മരുഭൂമി ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? ഓഫ് കോഴ്സ് രാജസ്ഥാൻ, നമ്മൾ പറഞ്ഞു രാജസ്ഥാനിലാണ്. അപ്പോൾ രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്, ഇത്രയും സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഥാർ മരുഭൂമി. ഏറ്റവും കൂടുതലുള്ളത് ഓഫ് കോഴ്സ് എവിടെയായിരിക്കും? രാജസ്ഥാൻ. ഓക്കെ, ഇനി ഥാർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ജയ്സാൽമീർ. രാജസ്ഥാനിലെ ജയ്സാൽമീർ അറിയപ്പെടുന്നത് ഥാർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നാണ്. രാജസ്ഥാൻ സമതലത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ലൂണി, ഗഗർ, ഹക്ര. ഈ നദികളാണ് രാജസ്ഥാൻ സമതലത്തിലൂടെ ഒഴുകുന്നത്. ഏതൊക്കെയാണ്? ലൂണി, ഗഗർ, ഹക്ര. ഇനി നമ്മൾ ഡെൽറ്റയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ. ഈ ഗംഗാ സമതലത്തിൻ്റെ ലോവർ ഭാഗത്ത് രൂപം കൊള്ളുന്ന ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ. ഈ ഗംഗാ സമതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗംഗയും പോഷക നദികളും ചേർന്ന് രൂപീകരിക്കുന്ന ഒരു സമതലമാണ് ഗംഗാ സമതലം. ഈ ഗംഗാ സമതലത്തിനെ നമ്മൾ അപ്പർ ഗംഗ, ലോവർ ഗംഗ, മിഡിൽ ഗംഗ സമതലങ്ങളായിട്ട് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ലോവർ ഭാഗത്ത് രൂപം കൊള്ളുന്ന ഡെൽറ്റയാണ് ഗംഗാ സമതലത്തിൻ്റെ ലോവർ ഭാഗത്ത് രൂപം കൊള്ളുന്ന ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയാണിത്. റോയൽ ബംഗാൾ കടുവ, മുതല തുടങ്ങിയ ജീവികളൊക്കെ കാണുന്നത്, ഈ റോയൽ ബംഗാൾ കടുവ കാണുന്നത് എവിടെയാണെന്ന് മുന്നേ ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സുന്ദർബൻസ് ഡെൽറ്റയിലാണ്. ഈ സുന്ദർബൻസിനെ റാംസർ സൈറ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2019 ഇതിനെ റാംസർ സൈറ്റായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ സുന്ദർബൻസിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് ഏറ്റവും വലിയ ഡെൽറ്റയാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ തണ്ണീർത്തടമാണ് സുന്ദർബൻസ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് സുന്ദർബൻസാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയും സുന്ദർബൻസ് ഡെൽറ്റയാണ്. അടുത്തത് ഉപദ്വീപീയ പീഠഭൂമി. നമ്മൾ ഉത്തരമഹാസമതലം കഴിഞ്ഞു, അടുത്ത ഉപദ്വീപീയ പീഠഭൂമിയിലേക്ക് കിടക്കുകയാണ്. ഉത്തരമഹാസമതലത്തിൻ്റെയും തീരസമതലത്തിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി.
നല്ല ഉറപ്പുള്ള കല്ലുകളാൽ നിർമ്മിതമായതാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പഴക്കമേറിയതാണ്, അതായത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഏറ്റവും ദൃഢവും ഏറ്റവും എന്താ പറയുക സ്ഥിരവുമായ ഒരു പീഠഭൂമിയാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രധാന പർവ്വതനിരകൾ നോക്കാം. ആരവല്ലി, വിന്ധ്യ, സത്പുര, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. നമുക്കറിയുന്ന വളരെ പരിചിതമായിട്ടുള്ള ഈ പർവ്വതനിരകളെല്ലാം ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. ഇനി ഉപദ്വീപീയ പീഠഭൂമി ധാതു കലവറ എന്നാണ്, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. അപ്പോൾ എന്തൊക്കെ ധാതുക്കളായിരിക്കും ഇവിടെ കാണുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, ഇതൊക്കെ ഇവിടെ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന ധാതു വിഭവങ്ങളാണ് ഇതെല്ലാതും. ഉപദ്വീപീയ പീഠഭൂമിയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് പരുത്തി, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക്, ഇതൊക്കെ അവിടെ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകളാണ്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ, ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് ഡെക്കാൻ പീഠഭൂമി, മധ്യ ഉന്നതതടം, വടക്ക് കിഴക്കൻ പീഠഭൂമി. ഇനി ഇത് മൂന്നിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഡെക്കാൻ പീഠഭൂമി, ഡെക്കാൻ പ്ലാറ്റ്യൂ, മധ്യ ഉന്നതതടം, സെൻട്രൽ ഹൈലാൻഡ്സ്, വടക്ക് കിഴക്കൻ പീഠഭൂമി, നോർത്ത് ഈസ്റ്റേൺ പ്ലാറ്റ്യൂ. ഡെക്കാൻ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി എന്ന ബഹുമതിയും ഡെക്കാൻ പീഠഭൂമിക്കാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയും അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമിയും ഡെക്കാൻ പീഠഭൂമിയാണ്. അതുപോലെ നമ്മൾ നേരത്തെ ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് പറഞ്ഞുവല്ലോ, അതിൻ്റെ 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ, ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് ഡെക്കാൻ പീഠഭൂമി, മധ്യ ഉന്നതതടം, വടക്ക് കിഴക്കൻ പീഠഭൂമി. അതിൽ ഈ ഡെക്കാൻ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. അതുപോലെ ത്രികോണ ആകൃതിയിൽ നർമ്മദ നദിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയിലുള്ള പ്രധാന ആഗ്നേയശിലയാണ് ബസാൾട്ട്. ഡെക്കാനിൻ്റെ റാണി എന്നാണ്, ഇതിനകത്ത് തെറ്റാണ്, രാജ്ഞിയാണ് കേട്ടോ. ഡെക്കാനിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണമാണ് പൂനെ, മഹാരാഷ്ട്രയിലെ പൂനെ. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം കറുത്ത മണ്ണാണ്. കറുത്ത പരുത്തി മണ്ണിൻ്റെ മറ്റൊരു പേരാണ് റിഗർ എന്നറിയപ്പെടുന്നത്. പരുത്തി കൃഷിക്ക് വളരെ യോജ്യമായ മണ്ണാണ് ഈ കറുത്ത മണ്ണ്. ലാവാശിലകൾക്ക് അപക്ഷയം സംഭവിച്ചിട്ടാണ് കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത്. ലാവാശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണിത് രൂപം കൊള്ളുന്നത്. ഇനി ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഈ പരുത്തി കൃഷിക്ക് യോജ്യമായ മണ്ണാണ് ഈ റിഗർ അഥവാ കറുത്ത പരുത്തി മണ്ണ്. അടുത്തത് മധ്യ ഉന്നതതടം. നർമ്മദ നദിക്ക് വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു വിഭാഗമാണ് മധ്യ ഉന്നതതടം. അപ്പോൾ നമ്മൾ ഓരോന്ന് പറയുമ്പോഴും അത് ഏത് ഭാഗത്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് ഇരിക്കണം കേട്ടോ. നമ്മൾ നേരത്തെ നർമ്മദ നദിയുടെ തെക്ക് ഭാഗത്താണ് ഡെക്കാൻ പീഠഭൂമി പറഞ്ഞത്. ഇത് നർമ്മദ നദിയുടെ വടക്കായി സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് മധ്യ ഉന്നതതടം. മധ്യ ഉന്നതതടത്തിൻ്റെ പടിഞ്ഞാറ് അതിർത്തി ആരവല്ലി പർവ്വതനിരയാണ്. ഇനി ഈ വിന്ധ്യ പർവ്വതത്തിനും ആരവല്ലി പർവ്വതനിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പീഠഭൂമി ഉണ്ട്. അതാണ് മാൾവ പീഠഭൂമി. ഏതൊക്കെയാണ്? വിന്ധ്യ പർവ്വതനിരയ്ക്കും ആരവല്ലി പർവ്വതനിരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. മാൾവ പീഠഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, രാജസ്ഥാൻ. ഈ മാൾവ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികളാണ് ചമ്പൽ, ബേത്വ തുടങ്ങിയ നദികളാണ് മാൾവ പീഠഭൂമിയിലൂടെ ഒഴുകുന്നത്. രാജ്മഹൽ ഹിൽസ്, ജാർഖണ്ഡിലാണ് രാജ്മഹൽ ഹിൽസ് കാണുക. ഇത് മധ്യ ഉന്നതതടത്തിൻ്റെ കിഴക്കൻ ഭാഗത്ത് കാണുന്ന ഒരു പ്രധാന മലനിരയാണ് രാജ്മഹൽ ഹിൽസ്, ജാർഖണ്ഡിലാണ് കാണുന്നത്. അടുത്തത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി.
നമ്മൾ നേരത്തെ കണ്ടു ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂവിഭാഗം ഏതായിരുന്നു ആ ഭൂവിഭാഗം? ഉപദ്വീപീയ പീഠഭൂമിയായിരുന്നു അല്ലേ? ഉപദ്വീപീയ പീഠഭൂമിയായിരുന്നു. അതിൻ്റെ വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡെക്കാൻ പീഠഭൂമി പഠിച്ചു, ഇപ്പോൾ മധ്യോന്നത തടമാണ് പഠിക്കുന്നത്. ഇനി നമ്മൾ ഇതിൽ വരുന്ന ഒന്നാണ് ഛോട്ടാ നാഗപൂർ പീഠഭൂമി. ഈ ഛോട്ടാ നാഗപൂർ പീഠഭൂമിയെ ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഛോട്ടാ നാഗപൂർ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗപൂർ പീഠഭൂമിയുടെ ഭാഗമായ ഏറ്റവും വലിയ ഉപപീഠഭൂമിയാണ് റാഞ്ചി. റാഞ്ചി. ഈ ഛോട്ടാ നാഗപൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് പരേഷ്നാഥ് കുന്നുകൾ. ഛോട്ടാ നാഗപൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് പരേഷ്നാഥ് കുന്നുകൾ. ഇനി നമ്മൾ ഈ ഛോട്ടാ നാഗപൂർ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ നോക്കാം. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്. ഒഡീഷയും ഛത്തീസ്ഗഡും എഴുതാൻ വിട്ടുപോയതാണ്, അതും കൂടെ ഉണ്ട് കേട്ടോ. ഇനി പാറ്റ്ലാൻഡ് പീഠഭൂമി അതെന്താണ്? ഈ ഛോട്ടാ നാഗപൂർ പീഠഭൂമിയിലെ ലാവ മൂടിയ മെസ്സസിൻ്റെ പ്രാദേശിക നാമമാണ് പാറ്റ്ലാൻഡ് പീഠഭൂമി. ഛോട്ടാ നാഗപൂർ പീഠഭൂമിയിലെ ലാവ മൂടിയ മെസ്സസിൻ്റെ പ്രാദേശിക നാമമാണ് പാറ്റ്ലാൻഡ് പീഠഭൂമി. അപ്പോൾ എന്താണ് ഈ മെസ്സകൾ അല്ലെങ്കിൽ മെസ്സസ് എന്ന് പറയുന്നത്? ഈ മുകൾ ഭാഗത്ത് പരന്നിരിക്കും, കുത്തനെയുള്ള ചെരിവുകളുണ്ടായിരിക്കും, മേശ പോലെ പരന്ന ഒരു ഭൂപ്രദേശമാണ് മെസ്സകൾ. മുകൾ ഭാഗം പരന്ന് മേശ പോലെ ഇരിക്കും, അവിടെ കുത്തനെയുള്ള ചെരിവുകളും കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു പ്രദേശമാണ് മെസ്സകൾ അല്ലെങ്കിൽ മെസ്സസ് എന്ന് പറയുന്നത്. ഈ ഛോട്ടാ നാഗപൂർ പീഠഭൂമിയിൽ മെസ്സസ് കാണാൻ പറ്റും. ആ മെസ്സയിൽ ലാവ മൂടിയ മെസ്സകളെ നമ്മൾ വിളിക്കുന്ന പേരാണത്രേ പാറ്റ്ലാൻഡ് പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്കേ തുടർച്ചയായിട്ട് നമ്മൾ 2 പീഠഭൂമികൾ കാണുന്നുണ്ട്. ഒന്ന് മേഘാലയ പീഠഭൂമി, പിന്നൊന്ന് കർബി ആംഗ്ലോങ് പീഠഭൂമി. അപ്പോൾ നമ്മൾ 2 പോയിൻ്റാണ് പറഞ്ഞത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്കേ തുടർച്ചയായിട്ട് 2 പീഠഭൂമികൾ കാണാം, മേഘാലയ പീഠഭൂമിയും കർബി ആംഗ്ലോങ് പീഠഭൂമി. ഇനി ഇതിൽ 2 പ്രധാനപ്പെട്ട വാക്കുകളാണ് കാണുന്നത്, അതെന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് സിലിഗുറി കോറിഡോർ. ഇന്ത്യൻ ഉപദ്വീപിനെയും വടക്ക് കിഴക്കൻ ഇന്ത്യയെയും ബന്ധിപ്പിക്കുന്ന ഒരിടുങ്ങിയ ഭൂഭാഗമാണ് സിലിഗുറി കോറിഡോർ. അതായത് ഇന്ത്യൻ ഉപദ്വീപിനെയും വടക്ക് കിഴക്കൻ ഇന്ത്യയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭൂഭാഗമാണ് സിലിഗുരി കോറിഡോർ. ഇനി എന്താണ് മാൾഡ ഗ്യാപ്പ്? ഈ ഉപദ്വീപീയ പീഠഭൂമിയെയും മേഘാലയയെയും തമ്മിൽ വേർതിരിക്കുന്ന ഗ്യാപ്പാണ് മാൾഡ ഗ്യാപ്പ്. ഉപദ്വീപീയ പീഠഭൂമിയെയും മേഘാലയയെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഇനി നമുക്ക് പർവ്വതനിരകൾ നോക്കാം. പർവ്വതനിരകൾ കുറേ പർവ്വതനിരകൾ നമ്മൾ പറഞ്ഞു. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പർവ്വതനിരകൾ ആരവല്ലി, വിന്ധ്യ സത്പുര, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം നമ്മൾ മുന്നേ പറഞ്ഞതാണ്. അതിൽ ആരവല്ലിയാണ് ആദ്യം നോക്കുന്നത്. ആരവല്ലി നിരകൾ. ആരവല്ലി പർവ്വതനിര ഏറ്റവും പഴക്കമേറിയ ഒരു പർവ്വതനിരയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കു പർവ്വതമാണ് ആരവല്ലി പർവ്വതനിര. ആരവല്ലി ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാന് കിഴക്കും പടിഞ്ഞാറുമായിട്ട് വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായി വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. മൗണ്ട് അബു രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് അബുവിൻ്റെ പഴയ പേര് അർബുദാഞ്ചൽ എന്നാണ്. അർബുദാഞ്ചൽ. വളരെ പ്രശസ്തമായ ദിൽവാര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബുവിലാണ്. അത് ആരവല്ലി പർവ്വതനിരയിലെ ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ദിൽവാര ക്ഷേത്രം. ആരവല്ലി പർവ്വതനിരയിലെ ജൈന തീർത്ഥാടന കേന്ദ്രമാണ്
ദിൽവാര ക്ഷേത്രം. ഇനി ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അത് മൗണ്ട് ഗുരു ശിഖറാണ്. മൗണ്ട് ഗുരു ശിഖറാണ് ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇനി നക്കി തടാകം, അത് മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകത്തിൻ്റെ പേരാണ് നക്കി തടാകം. ഗാന്ധിജിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തിട്ടുണ്ട് ഇവിടെ നക്കി തടാകത്തിൽ. ഇനി ഹാർഡിഘട്ട് ഗോരൻഘട്ട് ചുരം, ഈ 2 പേരുകളല്ലേ അവിടെ കാണുന്നത്. അതെന്താണ്? ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഏറ്റവും വലിയ കൊടുമുടി, ആരവല്ലി നിരയിലെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് ഗുരു ശിഖർ. ഈ മൗണ്ട് ഗുരു ശിഖറിനെയും മൗണ്ട് അബുവിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചുരങ്ങളാണ് ഹാർഡിഘട്ട് ചുരവും ഗോരൻഘട്ട് ചുരവും. ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് അജ്മീർ നഗരം. ഡൽഹിയുടെ ഭാഗമായിട്ടുള്ള ആരവല്ലി പർവ്വതനിരയിലെ കുന്നുകളാണ് റെയ്സിന കുന്നുകൾ. അടുത്തത് വിന്ധ്യ സത്പുര പർവ്വതനിരകളാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വിഭജിക്കുന്ന പർവ്വതനിരയാണ് വിന്ധ്യനിരകൾ. ഓക്കെ, അപ്പോൾ വിന്ധ്യ സത്പുര നിരകളിൽ ആദ്യം നമ്മൾ വിന്ധ്യനിരകളാണ് നോക്കുന്നത്. അത് ഇന്ത്യയെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വേർതിരിക്കുന്ന പർവ്വതനിരയാണ്. അതുപോലെ വിന്ധ്യ പർവ്വതനിര ഉത്തര മഹാസമതലത്തെ ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്നുണ്ട്. അപ്പോൾ ഉത്തര മഹാസമതലത്തെ ഡെക്കാൻ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നതും വിന്ധ്യ പർവ്വതനിരയാണ്. ഇനി നമുക്ക് സത്പുര പർവ്വതനിരയെക്കുറിച്ച് നോക്കാം. നർമ്മദ, താപ്തി തുടങ്ങിയ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സത്പുര പർവ്വതനിര. 7 പർവ്വതങ്ങളുടെ നിര എന്നാണിത് അറിയപ്പെടുന്നത്. സത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ധൂപ്ഗഡ് മധ്യപ്രദേശിലാണ് കേട്ടോ. സത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ധൂപ്ഗഡ്, മധ്യപ്രദേശിലാണ്. 1350 മീറ്ററോളം ഉയരമുണ്ട്. അടുത്തത് ഈ വിന്ധ്യ പർവ്വതനിരയെയും സത്പുര പർവ്വതനിരയെയും വേർതിരിക്കുന്ന, അതിൻ്റെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതനിരയാണ് മൈക്കല പർവ്വതനിര. അപ്പോൾ മൈക്കല നിര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് മൈക്കല പർവ്വതനിര.